ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അതാരാ പറഞ്ഞറിയോ? മത്സ്യത്തിന്റെ വയറ്റിൽ പോയ നബിനെ കുറിച്ച് അറിയോ? യെസ്. ആ നബി മത്സ്യത്തിന്റെ വയറ്റിലാകപ്പെട്ട സമയത്ത് രക്ഷയ്ക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിച്ച ദുആണ്. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഈ ഒരു ദുആ നമ്മൾ ഒരു ദിവസം ഒരു നിങ്ങൾക്ക് ഒരു 100 വട്ടെങ്കിലും ചെല്ലണമെങ്കിൽ ഇത് വളരെ നല്ലതാണ്. നിങ്ങൾക്കത് ഭയങ്കര പോസിറ്റീവാണ്. നിങ്ങൾക്ക് വിചാരിച്ച കാര്യങ്ങൾ നടക്കും. എനിക്ക് നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും എന്റെ മതത്തിൽ ഇത്രയും വിശ്വാസം. നോക്കിയാണ് നിങ്ങൾ അവൻ്റെ ഒരു ഇൽമ്. സാരി എടുത്ത് കണ്ട് മുല്ലപ്പൂവും ചൂടി വന്നാണ്ടോ നബി ചരിത്രം പഠിപ്പിച്ച. എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ചൊല്ലിയാൽ മതി. 100 വട്ടിയിലും ചെല്ലണം. അതാണ് എനിക്ക് എൻ്റെ മതത്തിൽ ഇത്ര വിശ്വാസം. എൻ്റെ മതവിശ്വാസം. നേരം വെളുത്ത് അങ്ങോട്ട് ഇറങ്ങും. ഒരു സാരി ഒരു ചുരിദാറോ ഇട്ട് കണ്ട് ഇങ്ങോട്ട് ഇറങ്ങും. എന്നിട്ട് 4 ആളെ എവിടെ കൂടിയിരിക്കണു, അല്ലെങ്കിൽ 4 അരി എവിടെ ഏറെ ഇട്ടിക്കണു നോക്കിയിട്ട് എന്നിട്ട് അവിടെ പോയിന്നാണ്ട് ഈ വക പരിപാടി. ഇതൊക്കെ വീഡിയോ എടുത്തുങ്ങാണ്ട് ടെലികാസ്റ്റ് ചെയ്യാൻ വേറെ കുറേ ഓൺലൈൻ ചാനലുകളും. ഇവൻ്റെ വിചാരം ഇവൻ്റെ ചൊറുക്കും കണ്ടുകൊണ്ട് ഇവനോടുള്ള സ്നേഹം കൊണ്ടാണ് ഈ വീഡിയോ ഒക്കെ എടുക്കണമെന്നാണ്. നാട്ടുകാരെ തൊള്ളിയിരിക്കണ എത്ര കേട്ടാലും മതിയാവാത്തൊരു വേട്ടാവളിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു ചെങ്ങായില്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണ് ഇവൻ്റെ ഒരു കഥ. എത്രങ്ങാനും വയസ്സുണ്ട്. പോത്തുപോലത്തെ ഒരു മനുഷ്യനാണ് ഇപ്പം. ഈ താടിയും മിസ്സിയും പഠിച്ചിങ്ങാണ്ട് കുറേ സാരിയും ചുരിദാറും ഇട്ടാൽ പെണ്ണാവുമോ? ഞാൻ ഇപ്പം പൂർണ്ണമായിട്ടും പെണ്ണായി എന്നാ പറഞ്ഞത്. ഇങ്ങനെ ഒരു ചെങ്ങായില്ലേ. ഇവൻ കള്ളു കുടിച്ചുമ്പോൾ ബിസ്മി അല്ലണം എന്നറിയാത്ത നല്ല കാലം. ചിലപ്പോൾ ഇനി നാളെ മറ്റന്നാളോ വല്ല അമ്പലത്തിലും പോയി മൗലൂദും ഇല്ലു ഇപ്പം. ഇവന് ചിലപ്പോൾ അതും ചെയ്യും. പറയാനൊന്നും പറ്റൂല. ഇവന് എന്താ പറയാ, എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. എന്നിട്ട് അവസാനം പറയാം എനിക്ക് ഈമാനോട് കൂടി മരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. വല്ലാത്തൊരു ചെങ്ങായി. ഇവരൊക്കെ എന്താ ചെയ്യേണ്ടത്? തെരണ്ടി പോലെ അച്ചാറിലും മുക്കി തല്ലണം. ഇവൻ്റെ കുടുംബത്തിൽ ആണുങ്ങളൊന്നുമില്ല, കയ്യിന് ഉറപ്പില്ല ആണുങ്ങളൊന്നുമില്ല. കയ്യും കാലം തച്ചു പിടിച്ചൊരു മൂലക്കടന്നവനൊക്കെ സത്യം പറഞ്ഞ. ഇതൊക്കെ കാണേണ്ട ഒരു അവസ്ഥ ആലോചിച്ച് നോക്കാണ് നിങ്ങൾ. നമ്മളെ ഇൻസ്റ്റാഗ്രാമാണ് തുറക്കാൻ വെച്ചപ്പൻ്റെ തള്ളലുകൊണ്ട്. ഞാൻ പ്രഗ്നൻ്റ് ആണ്, ഇന്ന് പെറും അല്ലെങ്കിൽ നാളെ പെറും. എന്താ ഇവനൊക്കെ കാട്ടില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണേ. കുറച്ചെങ്കിലും ഒരു ബുദ്ധി ഉണ്ട് ഇവനെ നമുക്ക് മന്ദബുദ്ധി എന്നേലും വിളിച്ചതിനും. ഇതിപ്പോൾ അതിനും പറ്റൂല. പോത്തോളം പോലത്തെ ഒരാണേ കുറേ മറ്റേ സാരിയും ചുരിദാറും ഇട്ട് വന്നുങ്ങാണ്ട് നെഞ്ചത്ത് കുറേ സിൽക്കോണും കുത്തി കയറ്റിയിട്ട് ഞാൻ പെണ്ണാണ്, ആഷി എൻ്റെ ഹസ്ബൻഡാണ്. എന്താ ചെയ്യുക?